മറുനാടൻ സാജൻ്റെ അരുമ ശിഷ്യയും പ്രശസ്ത യൂട്യൂബറുമായ ശ്രീമതി ശീതളിൻ്റെ ബാങ്ക് അക്കൗണ്ട് കാലിയായി. മുസ്ലിങ്ങൾ അവരുടെ ചിലവിനും മറ്റും ശീതളിൻ്റെ അക്കൗണ്ടിൽ നിന്നും പണം എടുത്തതോടുകൂടിയിട്ടാണ് അവരുടെ അക്കൗണ്ട് ഏതാണ്ട് കാലിയായത്. ഇതിനെ തുടർന്ന് ശീതളും ഭർത്താവും ശീതളിൻ്റെ മാതാപിതാക്കളും തമ്മിൽ വലിയ വാക്കേറ്റം നടക്കുകയാണ്. മുസ്ലിങ്ങളായ പുരുഷന്മാർ കല്യാണം കഴിക്കുന്നതും കുട്ടികളെ ഉണ്ടാക്കേണ്ടതും ശീതളിൻ്റെ പണം കണ്ടിട്ടല്ല, സ്വന്തമായി അധ്വാനിച്ച് വേണം ഭാര്യയ്ക്കും കുട്ടികൾക്കും ചിലവിന് കൊടുക്കാൻ. ശീതൾ അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും ശീതളിൻ്റെ കുടുംബത്തിനാണ്, ശീതളിൻ്റെ മക്കൾക്കാണ്. ഈ രീതിയിൽ ശീതളുമായി അവരുടെ ഭർത്താവും മാതാപിതാക്കളും വലിയ വാക്കേറ്റമുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ ഒരു വീഡിയോയുമായി ശ്രീമതി ശീതൾ പ്രത്യക്ഷപ്പെട്ടു. ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ കല്യാണം കഴിക്കൂ, കാരണം നിങ്ങൾക്ക് ധാരാളം മക്കൾ ഉണ്ടാവട്ടെ. ഇനി പെണ്ണ് കാണാൻ പോകുമ്പോൾ ഒറ്റ കാര്യം ചോദിച്ചാൽ മതി, നീ ഒരു 10-25 മക്കളെ പ്രസവിക്കുമോ? എങ്കിൽ എൻ്റെ കൂടെ കാലാകാലങ്ങൾ എന്നെ സഹിച്ച് ജീവിക്കാൻ നീ യോഗ്യയാണ്. പ്രസവിക്കാനുള്ള കപ്പാസിറ്റി ആണല്ലോ ഒരു സ്ത്രീയുടെ യോഗ്യത. 1, 2, 3, 4 പ്രസവിക്കുന്നവളൊന്നും ഒരു പെണ്ണല്ല. ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ മിനിമം 20 പെറണം. ഇനി ഈ പ്രസവിച്ചു കൂട്ടുന്ന മക്കൾക്കൊക്കെ എങ്ങനെ ചെലവിന് കൊടുക്കും എന്നതാണ് നിങ്ങളുടെ ദുഃഖമെങ്കിൽ അതിനും മാർഗമുണ്ട്. മക്കളുടെ ഉപജീവനത്തെ കുറിച്ച് സൃഷ്ടികൾ വേവലാതിപ്പെടേണ്ട, അത് സൃഷ്ടാവിന്റെ ഉത്തരവാദിത്തമാണ്. പാകീറിയ ദൈവം അല്ലേ, ഇങ്ങ് തന്നോളും. നമ്മൾ പ്രസവിച്ച് അങ്ങോട്ട് ഇടുക, പിന്നെ കറക്റ്റ് സമയാസമയത്ത് ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന് വേണ്ടപ്പെട്ടവർ അതുങ്ങൾക്ക് ആഹാരം കൊടുത്തിട്ട് പൊക്കോളും. വേണ്ട ഉടുതുണി വാങ്ങിച്ചു കൊടുക്കുകയോ വിദ്യാഭ്യാസം ചെയ്യിക്കുകയൊക്കെ ചെയ്തോളും. പ്രസവിച്ച് കൂട്ടുക എന്നുള്ളതാണ് പെണ്ണുങ്ങളുടെ ജോലി, ഉണ്ടാക്കി കൂട്ടുക എന്നുള്ളതാണ് ആണുങ്ങളുടെ ജോലി. ഇതൊക്കെയാണ് പറയുന്നത്. അതായത് കുട്ടികളെ ജനിപ്പിച്ചിട്ട് അവരെ സംരക്ഷിക്കേണ്ട, അവർക്ക് ആഹാരം കൊടുക്കേണ്ട ബാധ്യത അല്ലെങ്കിൽ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കേണ്ട എന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. അത് ചെയ്യേണ്ട ആൾ ചെയ്തോളും അത്രേ. കണ്ടില്ലേ എന്തൊക്കെ ആശങ്കകളാണ് ശ്രീമതി ശീതളിന്, എന്തോരം ടെൻഷനാണ്, ആകുലതകളാണ്. ഈ മുസ്ലിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ആരാണ് ചിലവിന് കൊടുക്കുന്നത്? മുസ്ലിങ്ങളെ, ഏതെങ്കിലും ഒരു പണ്ഡിതൻ വന്നിട്ട് നിങ്ങൾ കൂടുതൽ പ്രസവിച്ചോളൂ, അത് ബർക്കത്താണ്, കുട്ടികളാണ് ഏറ്റവും വലിയ സമ്പത്ത്, ആ കുട്ടികൾക്കുള്ള ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ദൈവം തന്നോളൂ എന്ന് പറഞ്ഞങ്ങോട്ട് പ്രസംഗിച്ചിട്ട് പോയാൽ, അത് കേട്ടിട്ട് നിങ്ങൾ കുറേ കുട്ടികളെ ഉണ്ടാക്കാൻ നിന്നാൽ അതെങ്ങനെ ശരിയാവും? ഈ കുട്ടികൾക്കൊക്കെ ആര് ചിലവിന് കൊടുക്കും? ശീതൾ എത്ര കാലം എന്ന് വെച്ചിട്ടാണ് നിങ്ങൾക്കൊക്കെ ചിലവിന് തരിക? അവരുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ എടുത്തിങ്ങനെ നിങ്ങളുടെ മക്കൾക്ക് തരാൻ പറ്റുമോ? അവർക്ക് മക്കളില്ലേ, കുടുംബമില്ലേ, കുട്ടികളില്ലേ, ജീവിതങ്ങളില്ലേ? നിങ്ങളതൊന്നും മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, നിങ്ങൾ ശീതൾ ചേച്ചിയെ വിഷമിപ്പിക്കരുത്. ഇത്തരം പ്രസംഗങ്ങളൊന്നും പണ്ഡിതന്മാർ നടത്തരുത്. ഇതൊക്കെ കാണുമ്പോൾ ചേച്ചിക്ക് ആകെ ടെൻഷനാണ്. അവരുടെ അക്കൗണ്ടിൽ അവരുടെ ബാലൻസ് കുറയുമെന്നുള്ള ആകുലതയാണ്. നിങ്ങളത് മനസ്സിലാക്കണം. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല, പിന്നെയുമുണ്ട് ചേച്ചിയുടെ ടെൻഷൻ. ഇനി പർദ്ദയെക്കുറിച്ചാണ് ചേച്ചി സംസാരിക്കുന്നത്. ആൺകുട്ടികൾ ധരിക്കുന്ന പോലെ പാൻസ് ധരിക്കേണ്ടി വരുന്നു നമ്മുടെ പെൺകുട്ടികൾ. സുഹൃത്തുക്കൾ, അനുവദിക്കാൻ പറ്റിയ കാര്യമില്ല, ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. പാൻസ് ഒക്കെ ആകുമ്പം സൗകര്യക്കുറവാണ്, പർദ്ദയാവുമ്പോൾ നല്ല സൗകര്യമല്ലേ. ഞാൻ വേറൊന്നും അല്ല ഉദ്ദേശിച്ചത്. അതായത് പർദ്ദയാവുമ്പോഴേ മൊത്തത്തിൽ മറിഞ്ഞു കിടക്കുമല്ലോ, ആരാണ് എന്താണ് എവിടെ എന്താണ് ഉള്ളതെന്നൊന്നും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. പാൻസ് ആവുമ്പോൾ കൂടും. ഇനി ഒരു പോലീസ് ഓഫീസർ ആയാലും മിലിറ്ററി പോയാലും ബഹിരാകാശ യാത്ര നടത്താൻ പോയാൽ പോലും നമ്മൾ എന്ത് ധരിച്ചായിരിക്കണം? നമ്മൾ പൂർണ്ണമായിട്ടും മറയ്ക്കുന്ന രീതിയിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള തരത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. 2025 ഇങ്ങനെയൊന്ന് പ്രസംഗിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് കേൾക്കാൻ മുന്നിൽ ആളില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കണ്ടില്ലേ, ഈ കാലത്തും പർദ്ദയൊക്കെ ധരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അതൊക്കെ ഈ കാലത്തിനും ഈ പുരോഗമന സമൂഹത്തിനുമൊക്കെ ചേർന്നതാണോ എന്ന വളരെ പ്രസക്തമായ ചോദ്യമാണ് ചേച്ചി ചോദിക്കുന്നത്. ചേച്ചിയുടെ കാഴ്ചപ്പാടിൽ ഈ പർദ്ദ ധരിക്കുക, ഹിജാബ് ധരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രാകൃത രീതിയാണ്, പിന്തിരിപ്പൻ മനോഭാവമാണ്. പക്ഷേ ഈ 2025 ഇത്തരം ചില കാഴ്ചകളൊക്കെ ചേച്ചിയുടെ കണ്ണിന് വലിയ കുളിർമയുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ ആളുകൾ നടക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകതരം ഭക്തിയും പുരോഗമനവും ഒന്നിച്ച് നിറഞ്ഞു തുളുമ്പുന്ന കാഴ്ചകളാണ്. ഇതാകുമ്പോൾ ആർക്കും കണ്ട് ആസ്വദിക്കാം, അടുത്ത് പോയി നിൽക്കാം, വേണമെങ്കിൽ ഒന്ന് തൊട്ട് തൊഴുത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചേച്ചി ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ആരുടെയും വിശ്വാസങ്ങൾക്കെതിരല്ല, ആ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തി ജീവിക്കുന്ന ആരെയും അപമാനിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്നത് എൻ്റെ ശൈലിയല്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് മുസ്ലിങ്ങളുടെ വസ്ത്രധാരണം, മുസ്ലിം പുരുഷന്മാരുടെ താടി, മുസ്ലിം സ്ത്രീകൾ പ്രസവിക്കുന്നത്, മുസ്ലിങ്ങളുടെ ജീവിത രീതി, ഇതെല്ലാം ചേച്ചിക്ക് പ്രശ്നമാണ്, കടുത്ത ചൊറിച്ചിലാണ്, അരോചകമാണ്. ഇടയ്ക്ക് ചേച്ചി ഒരു സംശയം ചോദിക്കുന്നുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും ഇസ്ലാമിൽ സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണല്ലോ. സ്ത്രീ എന്ത് ധരിക്കണം, എന്ത് ധരിക്കാൻ പാടില്ല, സ്ത്രീ എന്ത് കഴിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല, സ്ത്രീ എവിടെ പോകണം, എവിടെ പോകാൻ പാടില്ല, സ്ത്രീ പുരുഷൻ്റെ മുമ്പിൽ എങ്ങനെ നിൽക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ കിടക്കണം, എല്ലാം സ്ത്രീകൾക്കുള്ള കൽപ്പനകളാണല്ലോ, നിർദ്ദേശങ്ങളാണല്ലോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു സംശയം, ഈ മുസ്ലിം പുരുഷന്മാർ
നീട്ടി താടി വെക്കുന്നുണ്ടല്ലോ മുസ്ലിം പണ്ഡിതന്മാർ. ഇത് ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീക്ക് അരോചകമായി ബുദ്ധിമുട്ടായി തോന്നിയാൽ അവരിത് വടിച്ചു കളയണമെന്ന് പറഞ്ഞാൽ ഈ പുരുഷന്മാർ ഇത് വടിച്ചു കളയാൻ തയ്യാറാകുമോ? ചേച്ചി തനിയെ ഇരുന്ന് ആലോചിക്കുകയാണ്. ഈ മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ പുരുഷന്മാരുടെ നീണ്ട താടി വല്ലാത്ത ബുദ്ധിമുട്ടാണ്, വല്ലാത്ത അസ്വസ്ഥതയാണ്. എൻ്റെ പൊന്നു ചേച്ചി, ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളല്ലേ, ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സുകളല്ലേ. അതുപോലും നിങ്ങളെ ഇത്രത്തോളം അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്തോരം മുസ്ലിം വിരുദ്ധതയും വെറുപ്പുമാണ് നിങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത്. ഈ കാണുന്നതും ഒരു ഹൈന്ദവ സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ്. അവർ സെലിബ്രിറ്റികളാണ്. ഇവരുടെ കാര്യത്തിലും ചേച്ചിക്ക് ഇതേ ആശങ്കയുണ്ടോ? ഈ സ്ത്രീക്ക് അവരുടെ ഭർത്താവിൻ്റെ ഈ താടി കാണുമ്പോൾ അസ്വസ്ഥതയുണ്ടോ, ഓക്കാനം വരുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചേച്ചി ആലോചിക്കാറുണ്ടോ, ചിന്തിക്കാറുണ്ടോ? ക്രൈസ്തവ പുരോഹിതന്മാർ താടി വെച്ച് നടക്കാറുണ്ട്. വിവാഹം കഴിച്ച് ജീവിക്കുന്ന ക്രൈസ്തവ പുരോഹിതന്മാരുടെ ഭാര്യമാരുടെ കാര്യത്തിൽ ചേച്ചിക്ക് ഇതേ ആശങ്കയുണ്ടോ? ഹൈന്ദവ മതവിശ്വാസികളായ ധാരാളം സ്വാമിമാർ നീണ്ട താടിയുമായി നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നില്ലേ? അവർ പലതരത്തിലുള്ള കാര്യങ്ങളിലും ഏർപ്പെടുന്നില്ലേ? ആ നീണ്ട താടികൾ കാണുമ്പോൾ ചേച്ചി അവരുടെ ഭാര്യമാരെ ഓർക്കാറുണ്ടോ? അവർക്ക് ഓക്കാനം വരുമെന്നും അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണെന്നും ഈ താടികൾ അവർക്ക് ശ്വാസമുട്ടൽ ഉണ്ടാക്കുമെന്നൊക്കെ ചേച്ചി ഇരുന്ന് ആലോചിക്കാറുണ്ടോ? ഇല്ലല്ലോ. മുസ്ലിം പുരുഷന്മാരുടെ താടി കാണുമ്പോൾ മാത്രമല്ലേ ചേച്ചിക്ക് ഈ പ്രത്യേകതരം ചൊറിച്ചിൽ? മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണവും അവരുടെ ഹിജാബും കാണുമ്പോൾ മാത്രമല്ലേ ചേച്ചിക്ക് പ്രത്യേകതരം പുരോഗമനവാദം? പിന്നീട് ചേച്ചി നേരെ കിടക്കുന്നത് മുസ്ലിങ്ങളുടെ ഖുർആനിലേക്കാണ്. ഖുർആനിൽ പറയുന്നുണ്ടത്രേ, സ്ത്രീകളെന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ കൃഷിയിടമാണെന്ന്. ഇതേ വാദം, ഇതേ വാക്ക് ഹൈന്ദവ വേദങ്ങളിലും പറയുന്നില്ലേ? ചേച്ചി ഒരു സംഘപരിവാറുകാരിയാണ്. സ്വാഭാവികമായിട്ടും സംഘപരിവാറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദിവ്യ ഗ്രന്ഥം മനുസ്മൃതിയാണ്. മനുസ്മൃതിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സ്ത്രീകളെന്ന് പറഞ്ഞാൽ അവർ കൃഷിയിടങ്ങളാണ്. ആ കൃഷിയിടങ്ങളിലേക്ക് വിത്തിറക്കേണ്ടവൻ പുരുഷനാണ്, ഭർത്താവാണെന്ന് വളരെ വ്യക്തമായി തന്നെ മനുസ്മൃതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ചേച്ചി അതിനെക്കുറിച്ച് മിണ്ടില്ല. പച്ചയായ മനുഷ്യവിരുദ്ധത എഴുതി വെച്ചിരിക്കുന്ന മനുസ്മൃതിയുടെ ഒരു താള് പോലും ചേച്ചി മറിച്ചു നോക്കില്ല, അതിനെക്കുറിച്ച് സംസാരിക്കില്ല. പക്ഷേ ഖുർആനെക്കുറിച്ച് പറയും. ഖുർആനിലെ കൃഷിയിടത്തെക്കുറിച്ച് ചേച്ചി വാദോരാതെ സംസാരിക്കും. കാരണം അത് പറഞ്ഞാൽ ചേച്ചിക്ക് കുറച്ച് പ്രയോജനങ്ങളുണ്ട്. ചേച്ചിയുടെ ചാനലിന് റീച്ച് കിട്ടും, വീഡിയോയ്ക്ക് ലൈക്ക് കിട്ടും, സംഘികളും കൃസംഘികളും ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കും. അത് ചേച്ചിയുടെ വരുമാനമാണ്, വയറ്റിപ്പിഴപ്പാണ്. പിന്നീട് ചേച്ചി പറയുന്നത് ഇസ്ലാമിലെ സ്വർഗത്തെക്കുറിച്ചാണ്. മുസ്ലിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം സ്ത്രീ വിരുദ്ധത നിറഞ്ഞു നിൽക്കുകയാണ്. സ്ത്രീകളെക്കുറിച്ചാണ് വർണ്ണനകൾ മുഴുവൻ, സ്ത്രീകളെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് മുഴുവൻ. എൻ്റെ പൊന്നു ചേച്ചി, മഹാഭാരതത്തിലും സ്ത്രീകളെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗത്തിൽ ആയിരക്കണക്കിന് അപ്സരസുകളെ, ഹൂറികളെ ദൈവം വിശ്വാസികൾക്കായി സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. മഹാഭാരതത്തിൽ അവരെക്കുറിച്ച് പറയുന്ന വർണ്ണനകൾ ചേച്ചിയെ വേറെ ലെവലാണ്. ഉയർന്ന മാറിടങ്ങളുള്ള, വലിയ നിതംബങ്ങളുള്ള തരുണീമണികളായ അപ്സരസുകൾ സ്വർഗത്തിൽ റെഡിയാണ് എന്ന് ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കുന്നു, പറയുന്നു, പ്രചരിപ്പിക്കുന്നു. പക്ഷേ ചേച്ചി ഇതൊന്നും കാണില്ല, വായിക്കില്ല, പഠിക്കില്ല, പ്രചരിപ്പിക്കില്ല. കാരണം നമ്മുടെ അജണ്ട വേറെയാണല്ലോ. ചേച്ചിക്ക് ഒരു മതമുണ്ട്, ഒരു വിശ്വാസമുണ്ട്, വേദഗ്രന്ഥങ്ങളുണ്ട്, പല കാര്യങ്ങളുമുണ്ട്. ഇതിലൊന്നും നോക്കാനോ ഇതിനെക്കുറിച്ച് പറയാനോ പഠിക്കാനോ ചേച്ചിക്ക് ഒരു താല്പര്യവുമില്ല. പക്ഷേ മുസ്ലിങ്ങളുടെ സ്വർഗത്തിൽ എന്തുണ്ട്, മുസ്ലിങ്ങളുടെ നരകത്തിൽ എന്തുണ്ട്, മുസ്ലിങ്ങളുടെ വിശ്വാസങ്ങൾ സ്ത്രീവിരുദ്ധമാണോ, മുസ്ലിം പുരുഷന്മാർക്ക് മാത്രമാണോ പ്രാധാന്യം, മുസ്ലിം പുരുഷന്മാരുടെ താടിയുടെ നീളം എത്ര വരെയാവാം, മുസ്ലിം സ്ത്രീകൾക്ക് എത്ര വരെ പ്രസവിക്കാം, മുസ്ലിം സ്ത്രീകൾക്ക് പർദ്ദയല്ലാതെ വേറെന്തെങ്കിലും ധരിക്കാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കലാണ് ചേച്ചിയുടെ ജോലി. എൻ്റെ പൊന്നു ചേച്ചി, നിങ്ങൾ ഒരു വട്ടമെങ്കിലും നിങ്ങളുടെ മഹാഭാരതമോ അതല്ലെങ്കിൽ മനുസ്മൃതിയോ ഏതെങ്കിലും ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ ചേച്ചിയുടെ സാമാന്യ ബുദ്ധിക്ക് കോട്ടമൊന്നും തട്ടിയിട്ടില്ലെങ്കിൽ ചില കാര്യങ്ങൾ ചേച്ചിയുടെ ബുദ്ധിയിൽ തെളിഞ്ഞു വരും. ചേടാ, ഇത്രത്തോളം വൃത്തികേടുകളും അശ്ലീലതയും സ്ത്രീവിരുദ്ധതയും നിറഞ്ഞതായിരുന്നോ എൻ്റെ മതഗ്രന്ഥം? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ നിമിഷം മുതൽ മുസ്ലിങ്ങളെയും അവരുടെ വേദഗ്രന്ഥങ്ങളെയും ആക്ഷേപിക്കാനും അപമാനിക്കാനും പരിഹസിക്കാനും വിമർശിക്കാനുമുള്ള ഒരു യോഗ്യതയും ഇല്ലല്ലോ ദൈവമേ എന്ന് ആ സെക്കൻഡിൽ, ആ സ്പോട്ടിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ആ ബോധ്യം നിങ്ങൾക്ക് വലിയ തിരിച്ചറിവായിരിക്കും. മുന്നോട്ടുള്ള യാത്രയ്ക്ക് അത് നിങ്ങൾക്ക് വലിയ സഹായവുമായിരിക്കും.